ഇടപ്പള്ളിയിൽ ഒരു 13 വയസ്സുകാരനെ കാണാനില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായിരിക്കുന്നത്. അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയാണ് ഇപ്പോൾ കാണാതായി എന്ന് പരാതി വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് കുട്ടിയെ കാണാതായത്. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് കുട്ടിയുടെ ദൃശ്യം. നിങ്ങളൊന്ന് കണ്ടോളൂ. ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് ഈ 13-കാരനെ കാണാതായത്. കൊച്ചിയിലെ അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതിയതിന് ശേഷം ഈ കുട്ടിയെക്കുറിച്ച് വിവരമില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അമൽ സുരേന്ദ്രൻ ടെലിഫോണിലുണ്ട്. അമൽ, സുരേന്ദ്രൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഏതായാലും കുട്ടിയുടെ പിതാവും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇടപ്പള്ളി ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഈ കുട്ടിയെ എക്സാമിന് വേണ്ടിയിട്ട് ഇടപ്പള്ളിയിലുള്ള സ്വകാര്യ സ്കൂളിൽ എക്സാമിന് വേണ്ടിയിട്ട് വന്നതാണ് ഈ കുട്ടി. പിന്നീട് അവിടെ നിന്ന് എക്സാം എഴുതിയതിനു ശേഷം 9:30 കൂടി തന്നെ ഈ കുട്ടി അവിടെ നിന്ന് പുറത്തിറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ 9:30 ശേഷം ഈ ഇടപ്പള്ളി ഭാഗത്ത് കൂടി കുട്ടി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഏതായാലും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കുട്ടി പോയ ദിശയിലേക്ക് ആണ് പോലീസിന്റെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി പോലീസും ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടി ഇളമക്കര സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഇളമക്കര സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ഇളമക്കര പോലീസാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇളമക്കരയിലെ മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. ഷിഫാൻ, എവിടെയെങ്കിലും വെച്ച് ഈ TV-യിലെങ്ങാനും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മോൻ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു വലിയ ഷോറൂമിൽ കയറി അവിടെ ഇരിക്കുന്ന ഓണറോട് പറയൂ, അതല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനോട് കയറി ചെന്നവരെ പറയൂ, ചെല്ലേ വേഗം വീട്ടിലേക്ക് മടങ്ങുക, അവിടെ ആളുകൾ കാത്തിരിക്കുകയാണ് എന്നറിയാമല്ലോ.